ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ മനസ്സുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറമായ മഹാത്ഭുതമാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. അതിന് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ലാത്തതും ചരിത്രത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്തതുമാണ് ഈ മഹാത്ഭുതം. ഒരേ സമയം ക്രിസ്തു ചരിത്രപുരുഷനും ചരിത്രാതീതനുമാണ് എന്ന് ഈ സംഭവം തെളിയിച്ചിരിക്കുന്നു. ദൈവത്താൽ മാത്രം സാധ്യമാകുന്ന ഈ മഹാത്ഭുതം ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അസന്നിഗ്ധമായി തെളിയിക്കുവാനും ഇടയാക്കി. ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. മനുഷ്യന്റെ നിസ്സാരതയും അന്തസാര ശൂന്യതയും അവനെ ബോധ്യപ്പെടുത്തുവാൻ പുനരുത്ഥാനം മുഖാന്തരമായി. പിടിച്ചടക്കുവാൻ സാധ്യമല്ലാത്ത ജീവനില്ലാത്ത മനുഷ്യൻ പിടിച്ചടക്കിയെന്ന് അഭിമാനിക്കുകയും വളരെ മൃഗീയമായി അപമാനിക്കുകയും കുരിശു തറച്ച് കൊല്ലുകയും കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. എത്ര ക്രൂരതയോടും ആവേശ തിമിർപ്പോടും ആളിക്കത്തുന്ന വാശിയോടും കൂടെയാണ് മനുഷ്യൻ കർത്താവിനെ കുരിശു തറച്ച് കൊന്നത്. എന്നാൽ മനുഷ്യന്റെ ഒരു ക്രൂര വിളയാട്ടത്തിനും കീഴ്പ്പെടുത്താവുന്നതല്ല ദൈവത്തിന്റെ ശക്തിയും സത്യത്തിന്റെ പദ്ധതിയുമെന്ന് ദൈവം മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുത്ത സംഭവമാണ് പുനരുത്ഥാനം. മനുഷ്യരാശിയുടെ ചരിത്രം മുഴുവനിലും മുൻപോട്ടും പിൻപോട്ടും നമ്മൾ നോക്കിയാൽ ഈ തരത്തിലുള്ള ക്ഷുദ്ര ശക്തികളുടെ കീഴ്പ്പെടുത്തൽ തന്ത്രങ്ങൾ പല രൂപങ്ങളിലും ഭാവങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഫ്രെഡറിക് നീഷെ എന്ന ജർമ്മൻ തത്വചിന്തകൻ ദൈവം മരിച്ചു എന്ന വലിയ പ്രഖ്യാപനത്തോടെ ക്രൈസ്തവ മതചിന്തകൾക്കും വിശ്വാസ ആചാരങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വലിയ പ്രസ്ഥാനം പടുത്തുയർത്തി. യൂറോപ്പിലാകമാനം 1880-കളിൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. എങ്കിലും കാൽ നൂറ്റാണ്ട് പോലും പിടിച്ചു നിൽക്കുവാനാകാതെ ഈ പ്രസ്ഥാനം തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല, ക്രിസ്തു ലോകത്തിന്റെ പ്രത്യാശ എന്ന മുദ്രാവാക്യവുമായി ലോക ജനത ഉണരുവാനും WCC, YMCA, YWCA, റെഡ് ക്രോസ് പോലെയുള്ള ആഗോള ക്രൈസ്തവ കൂട്ടായ്മകൾ രൂപപ്പെടുവാനും മനുഷ്യവർഗത്തിന് ആകമാനം സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ കൈത്തിരികൾ ഉയർത്തുവാനും മുഖാന്തരമായത് ഇതുപോലുള്ള നിഷേധ പ്രസ്ഥാനങ്ങളുടെ തുടക്കം പോലെയാണ്. ഇന്നും എത്രയെത്ര ക്ഷുദ്ര ശക്തികൾ സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും ദൈവത്തെ കൊന്ന് കുഴിച്ചു മൂടുവാൻ ഉയർത്തിയ വാളുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. പക്ഷേ ഒരു പാതാള ശക്തികൾക്കും കീഴ്പ്പെടുത്തുവാൻ സാധ്യമാകുന്നതല്ല ദൈവത്തിന്റെ ശക്തി എന്ന് ഓരോ ഉയർപ്പ് പെരുന്നാളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. രണ്ടാമതായി, മരണം ജീവിതത്തിന്റെ മുൻപിൽ വലിയ പ്രഹേളിക ഉയർത്തി മനുഷ്യനെ ഭയപ്പെടുത്തിയ സാഹചര്യങ്ങളിൽ എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം, ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നൂറ്റാണ്ടുകളായി മനുഷ്യൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഉയർപ്പിലൂടെ ലഭിക്കുകയാണ്. മരണത്തോടു കൂടി ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു എന്നും അത് ഒരു നാശമോ ഇല്ലായ്മയാകലോ അല്ല, മറിച്ച് ഒരു രൂപാന്തരത്തിലേക്കുള്ള യാത്രയും പുനർനവീകരണത്തിന് സാധ്യതയുമാണ് എന്നും കർത്താവിൻ്റെ ഉയർപ്പ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു. ഈ ബോധ്യം മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യബോധവും സൃഷ്ടിക്കുകയാണ്. ഇല്ല എങ്കിൽ തിന്ന് കുടിച്ച് സുഖിച്ച് പുളച്ച് വനാന്തരത്തിലെ കാട്ടാളനെ പോലെ മനുഷ്യൻ ജീവിതം തുടരുമായിരുന്നു. എന്നാൽ മരണശേഷം കൈവരിക്കുവാനുള്ള പുതിയ ജീവന്റെ മനോഹാരിത ഈ ലോക ജീവിതകാലത്തിലെ പ്രവർത്തികളിലൂടെയാണ് രൂപപ്പെടുന്നത് എന്ന ഉയർപ്പ് ചിന്ത ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും താളവും മനോഹാരിതയും എല്ലാം ക്രമപ്പെടുത്തുകയും മനുഷ്യ ജീവിതത്തിൽ ലക്ഷ്യബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്, മരണതുല്യമായ വേദനയിലും നിരാശയിലും ഒരു തിരിച്ചു വരവിന് ഇനി സാധ്യതയില്ല എന്ന് കരുതി നിരാശയിൽ ജീവിതം എഴുതിത്തള്ളുന്നവർക്കെല്ലാം ക്രിസ്തുവിന്റെ പുനരുത്ഥാനം വലിയ പ്രത്യാശയാണ് നൽകുന്നത്. രാജാവിന്റെ വധഭീഷണിക്ക് മുൻപിൽ ജീവിതം തകർന്നിരിക്കുന്നു എന്ന് കരുതിയ ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം നൽകിയതും വിധവയുടെ വീട്ടിൽ സംരക്ഷണം ഒരുക്കിയതും എല്ലാം തകർന്നടിഞ്ഞു, പ്രതീക്ഷകൾ നശിച്ചു എന്ന് കരുതിയ ഇയ്യോബിന് പഴയതിനേക്കാൾ ശക്തമായ തിരിച്ചുവരവിന് വഴിയൊരുക്കിയതും ഫറവോന്റെ സൈന്യത്തിന്റെ വാളിന് ഇരയായി തീരും എന്ന് ഭയന്ന ഇസ്രായേൽ മക്കൾക്ക് സമുദ്രത്തിൽ വഴിയൊരുക്കിയതുമെല്ലാം ചരിത്രത്തിൽ ദൈവം പ്രവർത്തിച്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ മുൻകുറികളും നേർചിത്രങ്ങളും ആണ്. നമ്മുടെ കർത്താവ് മരിച്ചിട്ടില്ല, അവൻ ജീവിക്കുന്നു എന്നതാണ് ഉയർപ്പിന്റെ ആത്യന്തികമായ സന്ദേശം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും എൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന പ്രത്യാശയുടെ വചനം എല്ലാവർക്കും ജീവിതത്തിൽ നിലനിർത്തുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഈസ്റ്റർ ആശംസിക്കുന്നു. ദൈവം